നമസ്കാരം. മഹാരാഷ്ട്രയിലെ ബി.ജെ.പി മന്ത്രി തന്നെ പറഞ്ഞതാണ് കേരളം മിനി തീവ്രവാദി ഹബ്ബായി മാറുന്നുവെന്ന്. അതിനൊരു കാരണമുണ്ട്. കേരളത്തിലെ മന്ത്രിമാർക്ക് എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത് എന്ന് പോലും അറിയില്ല. പക്ഷേ നോർത്ത് ഇന്ത്യയിലെയും അങ്ങ് കേന്ദ്ര മന്ത്രിസഭയിലെ എല്ലാ മന്ത്രിമാർക്കും നല്ല പോലെ അറിയാം കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന്. ബംഗ്ലാദേശിലെ തീവ്രവാദികളടക്കം കേരളത്തിൽ വരുമ്പോഴും കേരളത്തിൽ അവർക്ക് തങ്ങാനുള്ള, അവർക്ക് സുരക്ഷിതമായി തന്നെ ഒരു താവളം കേരളത്തിൽ ഏജന്റുമാര് ഒരുക്കി കൊടുക്കുന്നുണ്ട്. കേരളത്തിൽ എപ്പോഴും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ, അതായത് ഐ.ബിയുടെയും എൻ.ഐയുടെയും കണ്ണ് കേരളത്തിന്റെ റഡാറിൽ തന്നെയാണ്. അവർ എപ്പോഴും കേരളത്തിലെ പല സ്ഥലങ്ങളും അവരുടെ റഡാറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏത് മുന്നണി കേരളത്തിൽ മാറി മാറി ഭരിച്ചാലും അതിനുള്ള എല്ലാ സഹായവും കേരളത്തിൽ ചെയ്തു കൊടുക്കുന്നുണ്ട് തീവ്രവാദികൾക്കായിട്ട് എന്ന് തന്നെയാണ് പുറം നാടുകളിൽ കേരളത്തെക്കുറിച്ച് അറിയാവുന്നവർ പറഞ്ഞു നടക്കുന്നത്. മഹാരാഷ്ട്രയിലെ മന്ത്രി തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നു കേരളം ഒരു മിനി പാകിസ്ഥാനായി മാറുന്നുവെന്ന്. അതിന് കാരണം SDPI പോലത്തെ മത തീവ്രവാദ സംഘടനകൾ അവർ കേരളത്തെ ഒത്താശ ചെയ്തു കൊടുക്കുന്നുണ്ട്. പാകിസ്ഥാനെ സംബന്ധിച്ച് അവർക്ക് വിദ്യാഭ്യാസമോ രാജ്യ വികസനമോ ഒന്നും അവർക്ക് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അവർക്ക് ആകെ അവർ ചെയ്യുന്നത് ISI പോലെയുള്ള തീവ്രവാദ സംഘടനകളെ അവർ മുൻഗണന കൊടുക്കുന്നു. അതിനുവേണ്ടിയുള്ള പണം തീവ്രവാദികൾക്ക് കൊടുത്ത് പാകിസ്ഥാൻ മറ്റ് രാജ്യങ്ങളിലേക്ക് തീവ്രവാദികളെ വിട്ട് അവിടെ ഒരു ആക്രമണം നടത്തുന്നു. അതോടെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ നശിച്ചത്. കേരളവും അങ്ങനെയാണോ പോകുന്നത് എന്നൊരു സംശയം കേന്ദ്ര സർക്കാരിനും രാജ്യത്തെ മിക്ക സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർക്കുമുണ്ട്. മഹാരാഷ്ട്ര മന്ത്രി പറയുന്നത് വർഷങ്ങൾക്ക് മുന്നേ ഇത് ഐക്യരാഷ്ട്ര സംഘടന പുറത്തിറക്കിയ റിപ്പോർട്ടിൽ അവർ ചൂണ്ടിക്കാണിച്ചു തന്നെയാണ് ഏഷ്യയിലെ തീവ്രവാദികളുടെ ഹബ്ബായിട്ട് കേരളം മാറുകയാണെന്ന്. വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്ന LDFും UDFും ഇത് കണ്ടില്ല എന്ന് നടിക്കുന്നത് കൊണ്ടാണ് രാജ്യദ്രോഹികൾ കേരളത്തിൽ വന്ന് ഒളിവിൽ താമസിക്കുന്നത്. കേരളം അതീവ അപകടത്തിലേക്ക് പോകുന്നുവെന്ന് കണ്ടത് കൊണ്ട് തന്നെയാണ്, ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫ്രണ്ട് എന്ന മത തീവ്രവാദ സംഘടനയെ നിരോധിച്ചത്. പോപ്പുലർ ഫ്രണ്ട് ഏറ്റവും കൂടുതൽ വേരുറച്ചത് കേരളത്തിന്റെ മണ്ണിലാണ്. അതുകൊണ്ട് തന്നെയാണ് PAF എന്ന പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത്. അവരിപ്പോൾ MEC7 എന്ന പുതിയൊരു പേരിൽ ഒന്നും കൂടി ഒരു പുനഃസംഘടനയായി വന്നിരിക്കുന്നു. കുറച്ചു വർഷം മുമ്പാണ് ആലപ്പുഴയിൽ ഒരു ജാഥ നടന്നപ്പോൾ അവിടെ SDPI എന്ന മത തീവ്രവാദികൾ ഒരു കൊച്ചു പയ്യനെ കൊണ്ട് ഒരു മുദ്രാവാക്യം വിളിപ്പിച്ചത്. അതായത് അരിയും മലരും കുന്തിരിക്കവും കാത്തുവെച്ചോളൂ, അതായത് കരുതി വെച്ചോളൂ എന്ന ഒരു വലിയൊരു രാജ്യദ്രോഹമായ ഒരു മുദ്രാവാക്യം വിളിച്ചത് അതുകൊണ്ട് തന്നെയാണ്. രണ്ടാമത്തത്, കേരളം തീവ്രവാദത്തിന്റെ പാതയിലേക്ക് പോകുന്നു എന്നതിന്റെ തെളിവാണ് ഇന്നലെ തിരുവനന്തപുരത്ത് പലസ്തീൻ അനുകൂലമായ പോസ്റ്ററുകൾ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ പതിച്ചത്. 2 ദിവസം മുമ്പ് തന്നെ, അതായത് ഒരു മാസത്തിന് മുമ്പ് തന്നെ കേരളത്തിന്റെ പ്രധാന സ്ഥലങ്ങളിൽ മുസ്ലിം മത വിദ്യാർത്ഥികൾ ഹൈന്ദവ ക്ഷേത്രങ്ങളെല്ലാം തന്നെ അതിന്റെ ബോർഡുകളെല്ലാം പേന കൊണ്ട് കുത്തിക്കീറുന്ന രീതി നമ്മൾ കണ്ടതാണ്. അതായത് കേരളത്തിലുള്ള മുസ്ലിം മതപഠനശാലകളിൽ ഇവർക്ക്, അതായത് മദ്രസകളിൽ എന്തൊക്കെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്ന് തന്നെ നമുക്ക് ഒരു സംശയത്തിന്റെ നേരിൽ കൂടെ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ബംഗാളികൾ ട്രെയിൻ മാർഗം കേരളത്തിലേക്ക് വരുമ്പോൾ ഇവർ എല്ലാം തന്നെ, ഇതിൽ ഒരു ഭൂരിഭാഗം വരും, 100% എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 60% വരും വലിയ രീതിയിൽ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നവരാണ്. നമുക്ക് പോലീസ് റെക്കോർഡ് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകും ഏറ്റവും കൂടുതൽ ക്രൈം റെക്കോർഡ് ഉള്ളത് അന്യസംസ്ഥാന തൊഴിലാളികളുടെ പേരിലേക്ക് മാറുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് കേരളം ഒരു തീവ്രവാദത്തിന്റെ ഒരു ഹബിലേക്ക് പോകുന്നുണ്ടോ എന്ന് നമുക്ക് സംശയം. കൂടാതെ വിരമിച്ച DGP TP സെൻകുമാറും ലോക്നാഥ് ബെഹ്റയും പറഞ്ഞത് കേരളത്തിൽ സ്ലീപ്പർ സെല്ലുകൾ ആക്റ്റീവായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് എന്നതും. ഈ 3 ഉദാഹരണം തന്നെയാണ് കേരളം പാകിസ്ഥാന്റെ ഒരു ഹബ്ബായിട്ട് മാറുന്നു, അല്ലെങ്കിൽ തീവ്രവാദത്തിന്റെ ഒരു ഹബ്ബായിട്ട് മാറുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണം.